കേരളത്തിൽ തെരഞ്ഞെടുപ്പിൻ്റെ നാളുകളാണ് ഇനി. തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങിക്കഴിഞ്ഞു. അതുപോലെ തന്നെ നിയമസഭ അത് കഴിഞ്ഞ് അതിൻ്റെ മഷി ഉണങ്ങും മുമ്പ് തന്നെ വിരലിൽ മറ്റൊരു മഷി അടയാളം വരും. അത് നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കട്ടക്ക് കട്ട എന്നുള്ള രീതിയിൽ ഇപ്പോൾ KPCC പ്രസിഡന്റ് പുതിയത് വന്നിരിക്കുന്നു. UDFൻ്റെ കൺവീനർ പുതിയ അടൂർ പ്രകാശ് വന്നിരിക്കുന്നു. UDF ശക്തമായി എന്ന് അവർ തന്നെ വിശ്വസിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എണ്ണിയാൽ തീരാത്ത പ്രശ്നങ്ങളുമായി LDFൻ്റെ ഭരണം മുന്നോട്ട് പോകുന്നു. അവരുടെ ഭരണം ശക്തമായ ഭരണവിരുദ്ധ വികാരമുണ്ട് എന്നുള്ളത് സാധാരണ ജനങ്ങളിൽ നിന്നും വ്യക്തമാകുന്നു. പക്ഷേ പിണറായി വിജയൻ ഒരു തരി പോലും കുലുങ്ങിയിട്ടില്ല എന്നുള്ളത് മറ്റൊരു സത്യം. അദ്ദേഹത്തിൻ്റെ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നു. അതിനിടയിൽ നമ്മൾ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ചർച്ച ചെയ്യുകയാണെങ്കിൽ പ്രധാനമായും KPCC കണ്ടെത്തിയിരിക്കുന്നത് തന്നെ KPCCക്ക് വേണ്ടി AICC കണ്ടെത്തിയിരിക്കുന്ന സർവേ എന്ന് പറയുന്നത് മധ്യ കേരളത്തിൽ ദുർബലമാണ് എന്നുള്ളതാണ്. അതായത് ഉത്തര കേരളത്തിലും തെരഞ്ഞെടുപ്പിനെ നേരിടാൻ തയ്യാറാണ്. അതായത് CPM കോട്ട കൊത്തളങ്ങളായ കണ്ണൂരും കാസർഗോഡും കോഴിക്കോടും ഉൾപ്പെടുന്ന സ്ഥലത്ത് പോലും കോൺഗ്രസ് തയ്യാറാണ് തെരഞ്ഞെടുപ്പിനെ. അതുപോലെ തെക്കൻ കേരളത്തിൽ കൊല്ലം, തിരുവനന്തപുരം ഉൾപ്പെടുന്ന തെക്കൻ കേരളത്തിലും കോൺഗ്രസ് തയ്യാറാണ്. പക്ഷെ മധ്യ കേരളത്തിൽ എന്നും കോൺഗ്രസിനെ തുണച്ചിരുന്ന മധ്യ കേരളത്തിൽ കോൺഗ്രസ് തയ്യാറല്ല ഇപ്പോഴും തെരഞ്ഞെടുപ്പിനെ നേരിടാൻ എന്നുള്ളതാണ്. അപ്പോൾ അതിനെ നന്നാക്കിയെടുക്കാനാണ് KPCCയുടെ ആദ്യത്തെ തീരുമാനം. ഇപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് കോട്ടയം ജില്ല കോൺഗ്രസിൻ്റെ ഒരു കാലത്തെ കുത്തക ജില്ല. ഉമ്മൻചാണ്ടിയൊക്കെ മാണി സാർ, ഉമ്മൻചാണ്ടി, അതുപോലെ ബാക്കി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മാത്രം ബാക്കി നിൽക്കുന്നു. അങ്ങനെയുള്ള ജില്ലയിൽ മാണി കോൺഗ്രസ് തിരിച്ചു വരുമോ? ഇവിടെ ഏറ്റവും വലിയ പ്രശ്നം എൻ്റെ സ്ഥാനം ഉറപ്പിക്കാൻ അല്ല ഞങ്ങളുടെ സ്ഥാനം ഉറപ്പിക്കാൻ ഘടകകക്ഷികളെ കൂട്ടി നിർത്തിയാൽ ചില പ്രയോജനങ്ങളുണ്ട്, പലർക്കും ഉണ്ട്. ചിലയിടത്ത് കോട്ടയം ജില്ല കോൺഗ്രസ് ഇല്ലാതായതിൻ്റെ കാരണം ഈ മുമ്പേ പറഞ്ഞ മാണി കോൺഗ്രസിന് ആവശ്യത്തിൽ കൂടുതൽ പ്രാധാന്യം കൊടുത്തു എന്നുള്ളതാണ്. അതിൻ്റെ കണക്കുകൾ നമ്മളുണ്ട്. ഉദാഹരണം, കേരള കോൺഗ്രസിൻ്റെ ഹൃദയമായിട്ട് കണക്ക് കൂട്ടുന്നത്, കേരള കോൺഗ്രസിൻ്റെ ജീവനാഡിയായിട്ട് പറയുന്നത് പാലായാണ്. എൻ്റെ പാലായുടെ മാണിസാർ. പക്ഷെ അവിടെ എന്താ സംഭവിച്ചത്? മാണിസാർ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ജോസ് കെ മാണി, സ്വന്തം മകൻ ജോസ് കെ മാണി തോറ്റു. ആരോട് തോറ്റു? PT ചാക്കോയുടെ മകൻ PC തോമസിനോട് തോറ്റു. ഏത് പാർട്ടിയുടെ തോറ്റു? BJP. ഒരിക്കലും ജയിക്കാൻ സാധ്യത BJPയുടെ പിന്തുണയുള്ള സ്ഥാനാർത്ഥിയോട് തൂക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ടും കോൺഗ്രസ്സുകാർ സമ്മതിക്കില്ല. മാണി ഭയങ്കരനാണെന്നാണ് പറഞ്ഞത്. ഈ തോൽവി ഉണ്ടായിട്ടും മാണി ഭയങ്കരനാണ്. വീണ്ടും ഇപ്പം മാണി സി കാപ്പനോട് തോറ്റു. അപ്പോഴും മാണി ഭയങ്കരനാണ്, മാണി ഇനിയും കൊണ്ടുവരണമെന്നാണ് പറഞ്ഞത്. ആർക്ക് വേണ്ടിയാണ്? അതെ, അത് ആലോചിക്കണേ. മാണിയെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നതുകൊണ്ട് എന്ത് ലാഭമുണ്ട്? എത്ര സീറ്റ് കൂടുതൽ കിട്ടും? ഇനിയിപ്പം മാണിക്കുള്ള സീറ്റ് എടുത്തു. കോട്ടയം ജില്ലയിലെ സീറ്റുകൾ ഓരോന്നായിട്ട് എടുക്കാം. മാണി ഗ്രൂപ്പിൻ്റെ സീറ്റുകൾ എന്ന് പറയുന്നത് ഒന്ന് പൂഞ്ഞാർ, ഒന്ന് കാഞ്ഞിരപ്പള്ളി, ഒന്ന് ചങ്ങനാശ്ശേരി. അവർ MLA, പിന്നീട് റാന്നി ഒക്കെ അത് അങ്ങോട്ട് പോയാൽ പത്തനംതിട്ടയിലുണ്ട്. ഞാൻ പറയുന്നത് ഈ നമ്മുടെ കോട്ടയത്താണല്ലോ ഇവരുടെ തറവാട് എന്ന് പറയുന്നത് മാണി ഗ്രൂപ്പിൻ്റെ. ഈ കോട്ടയത്തെ UDFൻ്റെ നിഴലിലേക്ക്, അല്ലെങ്കിൽ പണ്ട് അത് ജനിച്ചു വളർന്നത് തന്നെ UDFൻ്റെ ഘടകകക്ഷിയായിട്ടാണ് പല പ്രവർത്തകരും. ആ ഒരു സാഹചര്യത്തിൽ നിന്ന് പിണറായി വിജയൻ്റെ കൂടെ പോയി തൃപ്തിയായിട്ടില്ല ഒരു പ്രവർത്തകനും. പക്ഷേ ജോസ് കെ മാണിക്ക് മാത്രമാണ് ഇങ്ങനൊരു ആവശ്യമായി നിൽക്കുന്നത്. അദ്ദേഹത്തിന് ചുറ്റിപ്പറ്റി മാണി സാർ സഹായിച്ച ഒരുപാട് ആൾക്കാർ, റോഷി അഗസ്റ്റിൻ, അതുപോലെ ചാഴിക്കാടൻ, ഇങ്ങനെയുള്ള കുറച്ച് പേർ ചുറ്റിപ്പറ്റി നിൽക്കുന്നു. എന്നല്ലാതെ ജോസ് കെ മാണിക്ക് ഇനിയുള്ള കാലം അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കാലം ഗുണം ചെയ്യുമോ കോട്ടയം ജില്ലയിൽ? അവിടെ കോട്ടയം ജില്ല പറയുമ്പോൾ കോട്ടയം ജില്ല പ്രധാനമായി ഈ 3 സീറ്റുകളെങ്കിലും കിട്ടുമോ എന്നുള്ളതാണ്. KM മാണിയുടെ വിജയവും അവിടെ സാമുദായികമായ ചില ചേരുവകളുടെ അടിസ്ഥാനത്തിലാണ്. ആ ചേരുവകൾ പൂർണ്ണമാകുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ കോൺഗ്രസ് മുന്നണിയിൽ നിൽക്കുമ്പോൾ മാത്രമാണ് ആ ചേരുവകൾ പൂർണ്ണമാകുന്നത്. ഇടതുപക്ഷ മുന്നണിയിൽ നിന്നാൽ ചിലപ്പം ശരിയാകത്രേ ഉള്ളൂ. ഈ ചേരുവ എന്ന് പറയുന്നത് പ്രീഡോമിനൻ്റ് കോട്ടയം ജില്ലയിലെ സമുദായം എന്ന് പറയുന്നത് ക്രിസ്ത്യൻസാണ്. ക്രിസ്ത്യൻസിൽ അതുപോലെ തന്നെ അത്ര ശക്തിയുള്ളൊരു സമുദായമാണ് ജ്ഞാനായ സമുദായം. അപ്പോൾ ഈ ജ്ഞാനായ സമുദായത്തിൻ്റെ പിന്തുണ എല്ലാ കാലത്തും ആർക്കുണ്ടായിരുന്നു? KM മാണിക്കുണ്ടായിരുന്നു. പിന്നെ നായർ സമുദായത്തിൻ്റെ അതും KM മാണിക്കുണ്ടായിരുന്നു.
കാരണം കേരള കോൺഗ്രസിൻ്റെ ലെഗസി എന്ന് പറയുന്നത് നായർ ക്രിസ്ത്യൻ കൂട്ടുകെട്ടാണ്. മന്നവും ബിഷപ്പുമാരായിട്ടുള്ള കൂട്ടുകെട്ടാണ്. വിമോചന സമരം തൊട്ട് തുടങ്ങിയതാണ്. കുറേ SNDP ശങ്കറിൻ്റെ കൂടെയുള്ളത്. പക്ഷെ ആ കാലം പോയി. കേരള കോൺഗ്രസ് ഒറ്റയ്ക്ക് മാറുകയും KM മാണി എല്ലാവരെയും മറികടന്ന് PT ചാക്കോയും KM ജോർജിനെയും ഒക്കെ മറികടന്ന് ഞാനാണ് കേരള കോൺഗ്രസ് എന്നുള്ള രീതിയിൽ എല്ലാം തനിപ്പിടിക്ക് KM മാണി ശ്രമിക്കാൻ തുടങ്ങിയപ്പോൾ ആ ബന്ധം തീർന്നു. കേരള കോൺഗ്രസ് തീർന്നു. അത് മനസ്സിലാക്കാൻ പറ്റിയില്ല. കഴിഞ്ഞ എൻ്റെ മുമ്പിലത്തെ പ്രാവശ്യമാണെന്ന് തോന്നുന്നു കോൺഗ്രസിൻ്റെ പുനഃസംഘടന നടക്കുകയാണ്. നിയോജകമണ്ഡലം ലെവലിലുള്ള പുനഃസംഘടന നടക്കുകയാണ്. അപ്പം കടുത്തിരുത്തിയിൽ നിന്ന് ഒരു കോൺഗ്രസ് നേതാവിൻ്റെ എഴുത്ത് KPCC പ്രസിഡന്റ് ലഭിക്കുന്നു, സുധാകരൻ ലഭിക്കുന്നു. അതിൽ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾക്ക് ഇവിടുന്ന് എങ്ങനെയെങ്കിലും രക്ഷിക്കണം. ഗ്രാമപഞ്ചായത്ത് ഇലക്ഷൻ വരുമ്പം 2ല, ബ്ലോക്ക് പഞ്ചായത്ത് ഇലക്ഷൻ വരുമ്പോൾ 2ല, ജില്ലാ പഞ്ചായത്ത് വരുമ്പോൾ 2ല, 24 മണിക്കൂറും വർക്ക് ചെയ്ത് അസംബ്ലി വരുമ്പോഴും 2ല, പാർലമെൻറ്റ് വരുമ്പോഴും വേറെ മറിച്ചൊരു വോട്ട് ചെയ്യാൻ ഞങ്ങൾക്ക് കാലാകാലങ്ങളായിട്ട് അവസരമില്ല. എങ്ങനെയാണ് ഞങ്ങൾ രക്ഷപ്പെടുന്നത്? അതവിടുത്തെ സാധാരണ കോൺഗ്രസ് പ്രവർത്തകൻ്റെ വികാരം. അത് മലപ്പുറത്തും സ്വാഭാവികമായി മുസ്ലിം ലീഗിനെതിരെ കോൺഗ്രസ് പ്രവർത്തകൻ്റെ, പക്ഷേ മുസ്ലിം ലീഗിൻ്റെ സഹായത്തോടെ പല സീറ്റും ഇപ്പോൾ ജയിക്കുന്നുണ്ട്. ഇവിടെ മാണി ആരെയും സഹായിക്കാൻ പറ്റുന്നത്? മാണിക്ക് വേണ്ടിടത്തെല്ലാം വോട്ട് മാണിക്ക് കിട്ടും. മറിച്ച് മലബാറിൽ വന്നിട്ട് മാണിക്ക് സഹായിക്കാൻ പറ്റുമോ? ഇല്ല. എറണാകുളത്ത് സഹായിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ലാഭം മുഴുവൻ മാണി എടുക്കുകയാണ്. ആ ഒരു പരിസ്ഥിതിയിൽ ഇപ്പോൾ പാലാട് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. പാല മാണി തോറ്റ് ചെരുപ്പുകാലിട്ട് അടിക്കുക ചെയ്ത മാണിയെ കോൺഗ്രസ് മാണി കാപ്പനോട് ജയിക്കുകയത്. മാണി കാപ്പൻ അത്ര പോപ്പുലറൊന്നും അല്ലായിരുന്നു. മാണി കാപ്പൻ ആദ്യത്തെ ജയം എന്ന് പറയുന്ന മാണി വിരോധം കൊണ്ട് മാത്രമാണ് ജയിക്കുന്നത്. അത് കോൺഗ്രസ്സുകാരെ മാത്രം സമ്മതിക്കില്ല. പിന്നീട് അതൊരു മാണി കാപ്പൻ്റെ വരവ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് 15,000-ഓളം വോട്ടുകൾക്കാണ് ജോസ് കെ മാണിയെ മാണി സി കാപ്പൻ ഉപതെരഞ്ഞെടുപ്പിൽ വെറും 2000 ചില്ലാനം വോട്ടുകൾക്ക് ജയിച്ചത്. പിന്നീട് 15,000-ഓളം വോട്ടുകൾക്ക് ജയിക്കുന്നു. അപ്പോൾ മാണി സി കാപ്പനേക്കാളും മാണി വിരോധമാണ് അവിടെ ഉള്ളത്. തീർച്ചയായും. അപ്പം മാണി വിരോധം ഉള്ളത് നമ്മൾ വളരെ വ്യക്തമായി കണ്ടു. ഇനി പൂഞ്ഞാറിലേക്കും കാഞ്ഞിരപ്പള്ളിയിലേക്കും പോയാൽ, അതുപോലെ ചങ്ങനാശ്ശേരിയിലേക്കും പോയാൽ അവിടെ ജയിച്ചിരിക്കുന്ന 3 ജോസ് കെ മാണിയുടെ സ്ഥാനാർത്ഥികൾ, അതായത് ഇപ്പോൾ LDFിലുള്ള 3 സ്ഥാനാർത്ഥികൾ, അവർ തന്നെ നമ്മൾ ചില കേന്ദ്രങ്ങളിൽ നിന്ന് കിട്ടുന്ന സൂചനകളനുസരിച്ച് ഇനി മാണി ഗ്രൂപ്പിൽ തുടരാൻ അവർക്ക് തന്നെ താല്പര്യമില്ല എന്നാണ് പറയുന്നത്. ഒരുപക്ഷെ ജയരാജൊക്കെ പോയിരിക്കാം. പഴയ കാലം തൊട്ട് നാരായണ പണിക്കരുടെ മകൻ എന്നുള്ള നാരായണക്കുറുപ്പിൻ്റെ മകൻ എന്നുള്ള നിലയിൽ അദ്ദേഹം മാണിയോടുള്ള ഒരു സ്നേഹമെന്നോ, അതുപോലെ തന്നെ റോഷി അഗസ്റ്റിനുള്ളത്, അതുപോലെ പൂഞ്ഞാർ MLA സെബാസ്റ്റ്യൻ കുളത്തുങ്കലിനും ജോബ് മൈക്കിളിൽ ചങ്ങനാശ്ശേരി ജോബ് മൈക്കിളിനും ഉണ്ടാകണമെന്നില്ല. അവർ നമ്മൾ UDFിലേക്ക് പോയാലോ എന്നുള്ള ചിന്തകൾ വരെ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. ഇവിടെ ഒരു പ്രശ്നം വരാൻ പോകുന്നത് മാണി സഫർ ചെയ്യാൻ പോകുന്ന പൂഞ്ഞാർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ PC ജോർജ് BJP ചേരിയിലേക്ക് എത്തിക്കഴിഞ്ഞു. PC ജോർജിനെ അവിടെ മുഖ്യമായി നിലനിർത്തിയിരുന്നത് അവിടുത്തെ മുസ്ലിം കമ്മ്യൂണിറ്റി. ആ PC ജോർജ് BJPയിലേക്കുള്ള ചുവടുമാറ്റം ഈ മുസ്ലിം കമ്മ്യൂണിറ്റിയെ കാര്യമായി സ്വാധീനിച്ചിട്ടുണ്ട്. ഈ വോട്ടുകളെല്ലാം UDFന് നഷ്ടപ്പെട്ട വോട്ടുകളാണ്. ആ വോട്ടുകൾ തിരിച്ച് UDFന് തന്നെ കിട്ടും. പിന്നെ രണ്ടാമത് ജോസ് കെ മാണി ദുർബലനായപ്പോൾ കേരള കോൺഗ്രസ് ദുർബലമായി. അവർക്ക് വോട്ടിൽ മാണി ഗ്രൂപ്പിന് വോട്ടില്ല, CPMന് അല്ല പണ്ടേ തന്നെ വോട്ടില്ല. സ്വാഭാവികമായിട്ടും കോൺഗ്രസിൻ്റെ കയ്യിലേക്ക് ഷുവറായി കോട്ടയം ജില്ലയിൽ ആദ്യം കിട്ടാൻ പോകുന്ന സീറ്റുകളിലൊന്ന് പൂഞ്ഞാറായിരിക്കും. അങ്ങനെ തന്നെയാണ് മനസ്സിലാകുന്നത്. അതായത് 40,000-ലധികം വരുന്ന മുസ്ലിം വോട്ടുകൾ അത് പഴയ കാലം തൊട്ട് PC ജോർജിന് കിട്ടിക്കൊണ്ടുണ്ടായിരുന്നതാണ്. പക്ഷേ PC ജോർജ് ഒരു BJP ചായ്വ് പ്രകടിപ്പിച്ചത് മുതൽ PC ജോർജിനെ ആര് തോൽപ്പിക്കും, അതായത് അതിനു മുമ്പ് മാണി ഗ്രൂപ്പിന് വളരെ ദയനീയമായ തോൽവി PC ജോർജിൽ നിന്ന് ലഭിക്കുകയുണ്ടായി സ്വതന്ത്രനായ സമയത്ത്. അത് മുസ്ലിം ലീഗിൻ്റെ അല്ലെങ്കിൽ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ വോട്ട് മുഴുവനായും PC ജോർജിന് ലഭിക്കുകയും ജോർജ് കുട്ടി അഗസ്റ്റിൻ എന്ന് പറയുന്ന മാണി ഗ്രൂപ്പ് അന്ന് UDFിലായിരുന്നു. വളരെ മോശമായി, വളരെ രീതിയിൽ വളരെ ദയനീയമായ രീതിയിൽ തോറ്റു. അതിനുശേഷം പിന്നീട് വന്ന സെബാസ്റ്റ്യൻ കുളത്തുങ്കലിന് എന്തോ ഒരു പ്രതീക്ഷ വെച്ചു മുസ്ലിം കമ്മ്യൂണിറ്റി എന്ന് തോന്നുന്നു. അവർ സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ എന്ന ജോസ് കെ മാണിയുടെ സ്ഥാനാർത്ഥിക്ക് വോട്ട് നൽകി വിജയിപ്പിച്ചു. PC ജോർജ് തോൽപ്പിക്കുന്നതിന് വേണ്ടിയാണ് അങ്ങനെ ചെയ്തത്. PC ജോർജ് രണ്ടാമതെത്തുകയും
കോൺഗ്രസിന്റെ വോട്ടുകൾ മാത്രം ലഭിച്ച ടോമി കല്ലാനി എന്ന കോൺഗ്രസ് നേതാവ് 35,000 വോട്ടുകൾ കോൺഗ്രസിന്റെ ബേസ് വോട്ടാണ്. കോൺഗ്രസിന്റെ ബേസ് വോട്ടാണ്, അടിസ്ഥാനപരമായ വോട്ടുകളാണ്. അതിലേക്കാണ് മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ 40,000 വോട്ട് വന്നു ചേരാൻ സാധ്യതയുള്ളത്. അതാണ് പറയുന്നത്, ആ മുസ്ലിം വോട്ടുകൾ 100% UDF വരാൻ കാത്തു നിൽക്കുന്നു പൂഞ്ഞാറിൽ, അതായത് ഈരാറ്റുപേട്ട എന്നുള്ള പ്രദേശങ്ങളിൽ, പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി. അവിടുന്നാണ് ഇത്രത്തോളം വോട്ടുകൾ വരാൻ സാധ്യതയുള്ളത്. ഇത്രയും വോട്ടുകൾ വന്നു കഴിഞ്ഞാൽ ബഹുഭൂരിപക്ഷത്തിൽ കോൺഗ്രസ് അല്ലെങ്കിൽ UDF സ്ഥാനാർത്ഥി ജയിക്കും എന്നുള്ളതാണ് പൂഞ്ഞാറിൽ നിന്നും ലഭ്യമാകുന്ന ചില വിവരങ്ങൾ. അതങ്ങനെ ആ രീതിയിൽ തന്നെയായിരിക്കും. പൂഞ്ഞാറിന് ഒത്തിരി പ്രത്യേകതകളുണ്ട്. ഒരു സ്വതന്ത്ര പാർട്ടിയുടെ സ്ഥാനാർത്ഥി ആദ്യം ജയിച്ച 1965 PD തൊമ്മൻ ജയിക്കുന്നത് പൂഞ്ഞാറിൽ നിന്നാണ് ജയിക്കുന്നത്, സ്വതന്ത്ര പാർട്ടി ജയിക്കുന്നത്. അപ്പം ആ രാഷ്ട്രീയ പരീക്ഷണങ്ങൾക്ക് തയ്യാറുള്ള ഒരു നിയോജകമണ്ഡലമായിരുന്നു പൂഞ്ഞാറ്. പക്ഷെ അത് KM മാണിയുടെ കയ്യിലിരിപ്പ് കൊണ്ടാണ് അത് കേരള കോൺഗ്രസ് നഷ്ടപ്പെടുന്നത്. PC ജോർജിനെ തോക്കാനായിട്ട്, PC ജോർജിനെ കാലുവാരാനായിട്ട് മുന്നിൽ നിന്നത് KM മാണിയാണ്. എല്ലാ തരത്തിലും ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥി NN ജോസഫിനെ സഹായിച്ചുകൊണ്ടിരുന്നത് KM മാണിയാണ്. കുതികാൽവെട്ട് രാഷ്ട്രീയം ഒരുപാട് കളിച്ചവരാണ് KM മാണിയും കേരള കോൺഗ്രസ്സുകാരും എന്നുള്ളത് ഉറപ്പാണ്. അതുപോലെ തന്നെയാണ് നമുക്ക് ചങ്ങനാശ്ശേരിയിലേക്ക് വരികയാണെങ്കിൽ, CF തോമസ് 41 വർഷം MLA ആയ സ്ഥലമാണ്. CF തോമസ് മരിക്കുന്നു, വീണ്ടും അവിടെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ജോബ് മൈക്കിൾ അദ്ദേഹം ഒരു 6000 ചില്ലാന വോട്ടിന് ജയിക്കുന്നു ചങ്ങനാശ്ശേരിയിൽ നിന്ന്. അദ്ദേഹത്തിനും ഇപ്പോഴറിയാം ഒരു തരംഗത്തിൽ, അതായത് പിണറായി വിജയൻ കൊറോണ എന്ന കെട്ടകാലത്ത് നടന്ന ഒരു തരംഗത്തിൽ പിണറായി വിജയനോടുള്ള ആ ഭരണത്തോടുള്ള ഒരു തരംഗവും, അതുപോലെ തന്നെ ജോസ് കെ മാണി പോയതിൻ്റെ മാസങ്ങൾക്കുള്ളിൽ നടന്ന തെരഞ്ഞെടുപ്പും ഒക്കെ ആയതുകൊണ്ട് കഷ്ടിച്ച് 6000 വോട്ടിന് രക്ഷപ്പെട്ടു. ഇനിയൊരിക്കലും നേരത്തെ പറഞ്ഞതുപോലെ UDF നായന്മാരുടെയും ക്രൈസ്തവ സഭകളുടെയും പിന്തുണയോടുകൂടി ഒരു UDF സ്ഥാനാർത്ഥിയെ ചങ്ങനാശ്ശേരി ജയിക്കാറുള്ളൂ എന്നുള്ളതാണ്. ഒരു നിയോജകമണ്ഡലം, സ്ട്രോങ് ആയിട്ടുള്ള നിയോജകമണ്ഡലം എങ്ങനെ നശിപ്പിക്കാം, കോൺഗ്രസ്സുകാർക്ക് എങ്ങനെ നശിപ്പിക്കാം എന്ന് കാണിച്ചു കൊടുത്തതാണ് ചങ്ങനാശ്ശേരി. ചങ്ങനാശ്ശേരി കോട്ടയം ജില്ലയിലെ കോൺഗ്രസിൻ്റെ നട്ടലായിരുന്നു. അവിടെ INTUC എന്ന് പറഞ്ഞ സാധനം വാടാപോടാന്നാണ് ആദ്യം, കേരളത്തിലെങ്ങും ആയി വരുന്നില്ല. INTUC ചുമട്ടൂർ രംഗത്ത് സംഘടിപ്പിച്ചുണ്ടാക്കി വന്നത് ചങ്ങനാശ്ശേരിയിലാണ്. അതുപോലെ പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റിയിലൊക്കെ കോൺഗ്രസ് ജയിക്കാൻ തുടങ്ങി. അപ്പോൾ ആ സീറ്റുകളെല്ലാം പിന്നെ കേരള കോൺഗ്രസിന് കൊടുക്കുന്ന സമീപനത്തിലെ കാര്യം വന്നു. കോൺഗ്രസ് അടിച്ച് തന്നെ കേരള കോൺഗ്രസ് ഇറക്കേണ്ടത് അടി കൊടുത്ത് തന്നെ ഒഴിവാക്കിക്കൊണ്ടിരുന്നതാണ് ബാബു കരിമറ്റം എന്ന് പറഞ്ഞ നേതാവ്. പക്ഷെ അത് അയാളെ ഒന്നും അങ്ങ് അടുപ്പിക്കുകയില്ല പിന്നെ. കാരണം കേരള കോൺഗ്രസിനെ മാണിയെ പിണക്കാൻ പാടില്ല, NSSനെ പിണക്കാൻ പാടില്ല. അത്തരം സാഹചര്യത്തിലാണ് ചങ്ങനാശ്ശേരി കോൺഗ്രസ് നഷ്ടപ്പെട്ടത്. അതുപോലെ നഷ്ടപ്പെട്ട ഒരു സീറ്റാണ് ചെങ്ങന്നൂർ. അത് പിന്നെ പറയാം. അതെ, അങ്ങനെ ഇപ്പോൾ ചങ്ങനാശ്ശേരിയും UDF ഏറ്റവും സാധ്യതയുള്ള സീറ്റാണ്. അതിപ്പോൾ ജോബ് മൈക്കിൾ UDF വന്ന് മത്സരിക്കുമോ അല്ല മറ്റൊരു സ്ഥാനാർത്ഥിയെ കണ്ടെത്തി UDF പിടിച്ചെടുക്കുമോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. അല്ല, UDF പുറത്തുനിന്നൊരു സ്ഥാനാർത്ഥി കൊണ്ടുവരേണ്ടി വരും. അവിടെ ഇല്ല, അവിടെ ആകെ ഉള്ളത് KC ജോസഫാണ്. KC ജോസഫ് ഇപ്പോഴും തയ്യാറായില്ല. അത്രയും ഇനി അങ്ങനെയുള്ളവരെ അല്ല, KC ജോസഫ് നിന്നിരുന്നെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം പോലും ജയിച്ചു പോകുമായിരുന്നു. അതെ അതെ, ഈ പ്രാവശ്യം ചിലപ്പോൾ KC ജോസഫ്, കാരണം മറ്റേ സ്ഥാനാർത്ഥിയോടുള്ള എതിരഭിപ്രായം കൊണ്ട് KC ജോസഫ് ജയിക്കാം. അത് നല്ലൊരു തീരുമാനം, നല്ല രീതിയിൽ ഒരു കൂട്ടായ തീരുമാനം വരുവാണെങ്കിൽ സുഖമായി UDF പിടിച്ചെടുക്കാവുന്ന മണ്ഡലമാണ് ചങ്ങനാശ്ശേരി. ഇനി ജോസ് കെ മാണിയുടെ കയ്യിലുള്ള മറ്റൊരു മണ്ഡലമാണ് കാഞ്ഞിരപ്പള്ളി. ഒരുപാട് കോൺഗ്രസിന് സ്ഥാനാർത്ഥികൾ കൂടുതലായിട്ടും ഉണ്ടെങ്കിലും പക്ഷേ കാഞ്ഞിരപ്പള്ളിയിലേക്ക് നിന്ന് പ്രവർത്തിക്കാൻ ഒരു നേതാവും വരുന്നില്ല എന്നുള്ളതാണ്. ജോസഫ് വാഴക്കൻ തെരഞ്ഞെടുപ്പ് സമയത്ത് അങ്ങോട്ട് പോകുന്നു, തിരിച്ചു വരുന്നു. അത് മുതലാക്കി പ്രൊഫസർ ജയരാജ് ജയിച്ചുകൊണ്ടേയിരിക്കുന്നു. അതിൽ ഈ റീഓർഗനൈസേഷൻ വന്നു കഴിഞ്ഞപ്പോൾ പഴയ വാഴൂർ നിയോജകമണ്ഡലം ഒരു നായർ മേധാവിത്വം, എണ്ണത്തിലല്ല നായർ ഡൊമിനൻസ് ഉള്ളൊരു സ്ഥലമായിരുന്നു വാഴൂർ. ആ വാഴൂർ നിയോജകമണ്ഡലമില്ല, അതിൻ്റെ പല ഭാഗങ്ങളും കാഞ്ഞിരപ്പള്ളിയിലേക്ക് ചേർന്നു. അപ്പോൾ അതിൽ നഷ്ടം പറ്റിയത് PC തോമസിനാണ്. PC തോമസിൻ്റെ ഒരു ഹോം നിയോജകമണ്ഡലം എന്ന് പറയാം. അൽഫോൺസ് കണ്ണന്താനം ജയിച്ച നിയോജകമണ്ഡലം. പക്ഷേ അവിടെ ഏത് സമയത്തും കോൺഗ്രസിന് തിരിച്ചു വരാൻ പറ്റുന്ന, കോൺഗ്രസിനോട് സ്നേഹിക്കുന്ന അണികളുണ്ട്. പിന്നെ കേരള കോൺഗ്രസ് മാണിക്ക് മോശമല്ലാത്ത അണികളുള്ള സ്ഥലമാണ്. പക്ഷെ PC തോമസ് വരുമെന്നുള്ള ഒരു സൂചനയും ലഭിക്കുന്നുണ്ട്. PC തോമസ് പഴയ കുതിരയാണ്, മാണി ഗ്രൂപ്പിൻ്റെ തന്നെ. പിന്നീട് അദ്ദേഹം വിട്ടുപോയി, BJPയുടെ പിന്തുണ തേടി വീണ്ടും തിരിച്ച് ജോസഫിൻ്റെ കൂടെ വന്നിരിക്കുന്നു. അദ്ദേഹത്തിന് കാഞ്ഞിരപ്പള്ളി കൈമാറി, അതായത് ജോസഫ് വാഴക്കനൊന്നും
തോറ്റത് മുതൽ ഇപ്പോൾ 2021 തോൽക്കുകയാണെങ്കിൽ അന്ന് മുതൽ അവിടെ ഇരുന്ന് വർക്ക് ചെയ്തിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ ജയരാജനോടുള്ള കുറേ വർഷമായി വർഷം അത്തരം സ്ഥാനാർത്ഥികളെല്ലാം ഉദാഹരണമായിട്ട് എടുക്കേണ്ട ആൾ മഹേഷിനെ ഉദാഹരണമായിട്ട് എടുക്കണം. അതെ, CR മഹേഷ് ഏത് പരിസ്ഥിതിയിലും തിരിച്ച് അവിടെ നിന്ന് വളർച്ച തിരിച്ച് എത്ര സ്ഥാനാർത്ഥികൾ അങ്ങനെ റോജിയും അങ്ങനെ ഒരുപാട് പേര് അങ്ങനെ ജയത്തിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ കാഞ്ഞിരപ്പള്ളിയിൽ ഒരു പക്ഷേ ജോസ് കെ മാണിയുടെ സീറ്റിനെ പിടിച്ചെടുക്കാൻ PC തോമസിന്, അതായത് കേരള കോൺഗ്രസിന്റെ മറ്റൊരു വിഭാഗത്തിന് UDF കൊടുക്കാനും സാധ്യതയുണ്ട്. എത്രത്തോളം ഫലപ്രദമാകും? PC തോമസിന്റെ ഗുഡ് വില്ല് ആർക്കും വിരോധമില്ലാത്തൊരു നേതാവാണ് PC തോമസ്. KM മാണിക്ക് പോലും വിരോധം ഇല്ലാത്ത നേതാവാണ്. അതെ, നല്ല പാർലമെന്ററി ആയിരുന്നു. പക്ഷേ PC തോമസിനെ മാണി ചതിച്ചിട്ടുണ്ട്. മകന് വേണ്ടി കേന്ദ്രമന്ത്രിയാകാനുള്ള PC തോമസിന്റെ ചാൻസിനെ മാണി ഇല്ലാതാക്കി. ആ KM മാണിയെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിന്റെ കൃത്യം വെള്ളാപ്പള്ളി അലക്സ് എന്ന് പറഞ്ഞ സോണിയാഗാന്ധിയുടെയൊക്കെ ഏറ്റവും വലിയൊരു സുഹൃത്ത്, കുടുംബ സുഹൃത്ത്, ഇറ്റലി തൊട്ടുള്ള ബന്ധം. ഈ മനുഷ്യൻ്റെ അടുത്ത് വേറൊരു വിഷയം സംസാരിക്കാനായിട്ട് പോയി. അപ്പോൾ ഇങ്ങനെ മന്ത്രിയാക്കാനുള്ള KM മാണിയുടെ സമ്മതം വേണം ഇയാളെ ആക്കാൻ. KM മാണി ഉറപ്പ് തരുന്നു. പക്ഷേ പറയുന്ന കഥ ഇതാണ്: KM മാണിയുടെ കയ്യിൽ നിന്നും 10,000 രൂപയുടെ മുദ്രപത്രത്തിൽ ഒപ്പിട്ട് മേടിച്ചാലും നിങ്ങൾ ഇവിടുന്ന് ഒരു 4 കിലോമീറ്റർ ദൂരമുള്ള സംക്രാന്തി എന്ന് പറഞ്ഞാൽ മെയിൻ റോഡിലേക്ക് ചെല്ലുമ്പോൾ ആ മുദ്രപത്രം കീറി മാണി കളഞ്ഞിരിക്കും കോപ്പി. അത്രയ്ക്ക് മാണി അങ്ങനെയാണ്. സ്വന്തം കാര്യം കാണാൻ വേണ്ടി ഏത് തരത്തിലുള്ള മാറ്റങ്ങൾക്കും തയ്യാറാകും. അതായിരുന്നു അപ്പോൾ PC തോമസിന്റെ കഥ. അതുപോലെ തന്നെ PC തോമസിന് ഈ കാഞ്ഞിരപ്പള്ളി സീറ്റ് നൽകുകയും കുട്ടനാട് സീറ്റ് ഒരു പക്ഷേ കോൺഗ്രസിന് നൽകുകയും ചെയ്യുന്നതോടുകൂടി ഒരു കേരള കോൺഗ്രസ് ഒരു അഡ്ജസ്റ്റ്മെന്റ് അവിടെ നടക്കുമ്പോൾ തീർച്ചയായും അവിടെ PC തോമസ് വരികയും ആ സീറ്റ് പിടിച്ചെടുക്കാൻ കഴിയുകയും എന്ന് തോന്നുന്നു. ജോസഫ് വാഴക്കനൊന്നും 2021 പരാജയപ്പെട്ടതിന് ശേഷം അവിടെ സജീവമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ PC തോമസിനെ വെച്ച് പരീക്ഷിക്കുകയും മാണി സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കുകയും കുട്ടനാട് തിരിച്ച് കോൺഗ്രസിന് തന്നെ നൽകുകയും ആലപ്പുഴ ജില്ലയിലെ പ്രധാനപ്പെട്ട ഒരു നേതാവിനെ അവിടെ മത്സരിപ്പിക്കുകയും ചെയ്യുന്നു എന്നുള്ളൊരു സൂചനയും UDFിൽ നിന്ന് വരുന്നുണ്ട്. ഇനി ഒരു കാര്യമുണ്ട്, കേരള കോൺഗ്രസിന് എത്ര മന്ത്രിമാരെ കൊടുക്കേണ്ടി വരും? എത്ര കേരള കോൺഗ്രസ് ആവും, എത്ര മന്ത്രിമാരെ കൊടുക്കേണ്ടി വരും? അതെ, അപ്പോൾ ഈ അതാണ് പ്രശ്നം. കേരള കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ നീക്കം ഒരുപക്ഷെ ജോസ് കെ മാണി അടക്കം UDFിലേക്ക് വരാനും വരാതിരിക്കാനും സാധ്യതയുണ്ട്. ഏതായാലും കോട്ടയം ജില്ലയിൽ AICC കണ്ടെത്തിയതുപോലെ ഉത്തര കേരളവും ദക്ഷിണ കേരളവും തെരഞ്ഞെടുപ്പിനെ നേരിടാൻ UDFും കോൺഗ്രസും തയ്യാറാകുമ്പോൾ മധ്യ കേരളം മാത്രം ഇപ്പോഴും വളരെ ദയനീയമായ അവസ്ഥയിൽ നിൽക്കുന്നു എന്നാണ് പറയുന്നത്. അതിൽ അടൂർ പ്രകാശ് അടക്കമുള്ളവർ UDFിൻ്റെ നേതൃത്വം ഒരുപക്ഷെ ജോസ് കെ മാണിയെ കൊണ്ടുവന്നാൽ വലിയ അഭിപ്രായ വ്യത്യാസമില്ലാതെ പോകാം. ഉണ്ടെങ്കിൽ വരാതിരിക്കുന്ന ഒരു സാഹചര്യമാണെങ്കിൽ തീർച്ചയായും ഈ 3 സീറ്റുകൾ വലിയ കോളിളക്കം തന്നെ സൃഷ്ടിക്കുന്ന സീറ്റുകളായിരിക്കും എന്നുള്ളത് ഉറപ്പാണ്.